അപ്പം നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹവാർഡ് ജോൺസൺ ബൈ വിന്തം ബർദുബായ്. അപ്പം ഞങ്ങളിവിടെ വന്നത് അവർ ബെൻസ് കാറിലൊക്കെ ഉണ്ടോ വന്നിറങ്ങിയത്. നമ്മൾ സാധാ ടൊയോട്ടയിലൊക്കെ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തിയിട്ടോ. ഇനി റൂം കിട്ടാൻ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും വന്ന ടാക്സി റേറ്റ് വന്നിട്ട് 54.50 AED ആണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ വന്നത് 70 or 80 AED ആയിട്ടോ. നമ്മളിപ്പോൾ പാസ്പോർട്ടൊക്കെ കൊടുത്തു. 2 o'clock ഇവിടെ ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് റൂംസ് റെഡിയാണ്, പക്ഷേ അടുത്തടുത്ത് കിട്ടാനായിട്ടാട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലോർസിലായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഞങ്ങളൊരു കുഴപ്പമില്ല, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോഡ് സൈഡിൽ തന്നെയാണ്, നല്ല രസമുണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം റൂമിൽ ചെന്നിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ റൂമിലെത്തിയിട്ടോ. ഞങ്ങളുടെ റൂം മാത്രം കിട്ടിയിട്ടില്ല, കാരണം ഞങ്ങൾ 3 പേരുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ റൂമും അമ്മൂൻ്റെ ഒക്കെ റൂം കിട്ടിയിട്ടോ. ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ തന്നെ ബാത്റൂം, ബാത്ത് സൂപ്പർ. പിന്നെ ടവൽസ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ലോഷൻ, ഹാൻഡ് വാഷും ബോഡി ലോഷൻ, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, മിറർ, സാനിറ്ററി ബാഗ്, ഷവർ ക്യാപ്പ്, അതുപോലെ തന്നെ വൈപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ടിഷ്യൂ എല്ലാം ഉണ്ട്. ഇവിടെ ടിഷ്യൂസൊക്കെ ഉണ്ട് നമ്മുടെ. പിന്നെ ബെഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഒരു ലാമ്പും അതുപോലെ തന്നെ പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ. അതും റൂം ഇഷ്ടായ? ഇഷ്ടമായി? സൂപ്പർ. പിന്നെ ഇവിടെ നമുക്ക് നമ്മളുടെ ഹോട്ട് വാട്ടറിൻ്റെ മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ കപ്പും, പിന്നെ മിൽക്ക്, ഫ്രഷ് മിൽക്ക് ആട്ടോ. പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡറും ടീ പൗഡറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൂം കിട്ടിയിട്ടോ ഇപ്പോൾ. അപ്പം നമുക്ക് റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മളുടെ റൂം. കയറുമ്പോൾ തന്നെ ബാത്റൂമാണ് കേട്ടോ. സൈഡിൽ ഇങ്ങനത്തെ ഷെൽഫുണ്ട് കണ്ടോ, കുറേ ഷെൽഫുണ്ട്. പിന്നെ അതെ ഫുൾ സൈസ് മിററുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഡ്രോയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം ഇതാണ് നമ്മളുടെ ബാത്റൂം. അടിപൊളിയല്ലേ? ആൻഡ് ബാത്ത് ടബ് ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ സാധനങ്ങളും ഞാൻ മറ്റേ റൂമിൽ കാണിച്ച പോലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ടർക്കി, അതുപോലെ തന്നെ ഷവർ ക്യാപ്പും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഡ്രയറും ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ ബോഡി ലോഷൻ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ബെഡാട്ടോ, കാരണം ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല വലിയ ബെഡാണ് തന്നേക്കുന്നത്. പിന്നെ നമ്മുടെ TV, ലാമ്പ് എല്ലാം ഉണ്ട്. പിന്നെ പുറത്തത്തെ വ്യൂ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഞങ്ങളിത് ഇപ്പം കയറിയുള്ളൂ. സൂപ്പർ, അടിപൊളി. അങ്ങോട്ട് നോക്കിയാൽ സീ കാണാൻ പറ്റും. സീ അല്ലേ അമ്മേ? എന്തായാലും അടിപൊളിയാട്ടോ വ്യൂ. നല്ല വ്യൂ അല്ലേ? ബോട്ട് കിടക്കുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു അറ്റ്ലാന്റിസ് ആണോ. ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്, പൊളിച്ച്. നമ്മൾ ഇപ്പോൾ വൈകുന്നേരം ഒരു 6-6:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ദുബായ് മോള് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ അവിടെ രാത്രി ഒരു 6:30-7 ഒക്കെ ആകുമ്പോഴേക്കും ഫൗണ്ടൻ ഉണ്ട്, ദുബായ് ഫൗണ്ടൻ. അപ്പോൾ അതും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത് കേട്ടോ. ഏട്ടനും അച്ഛനും കൂടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അതേ ബാക്കിൽ വരിക കേട്ടോ. അത്യാവശ്യം ബ്ലോക്കായി തുടങ്ങി കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് ഓഫീസ് ടൈമിങ്
ഈ ഒരു ടൈമിലാണല്ലോ ഓഫീസൊക്കെ കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ട്രാഫിക്കും ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ മെട്രോനാട്ടോ പോകുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. രജനികാന്ത് 24/7 സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടോ, അടിപൊളിയല്ല. നമ്മളങ്ങനെ ദുബായ് മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ലിഫ്റ്റ് കയറി ഭയങ്കരമായിട്ട് പെട്ടുപോയി എൻ്റെ അമ്മേ. ഇവിടത്തെ മെട്രോയിൽ ട്രാവൽ ചെയ്യണവരെ സമ്മതിക്കണത് എന്റെ മുന്നോ പിന്നെ പട്ടി ഓടിച്ചിരുന്ന പോലെയാണ് നമ്മൾ അങ്ങോട്ട് കൂടെ ഓർമ്മ. സത്യം, ഇവിടെയുള്ള ആൾക്കാർ വെറുതെ പക്ഷെ ചെയ്തു വെച്ചാൽ അടിപൊളി, അതൊന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര ഫാസ്റ്റ്. എനിക്കൊന്നും ഇതിന്റെ പേര് മറ്റേ മെട്രോ എന്നല്ല, ഞാൻ പറഞ്ഞില്ല റോക്കറ്റ് വിക്ഷേപണം എന്നല്ല ഇടണം. നല്ല സ്പീഡിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ ദുബായ് മോളിലേക്ക് പോവാണ് കേട്ടോ. അതാണ് കേട്ടോ ദുബായ് മോള്. എന്തോരം നടപ്പുണ്ടെന്നറിയോ എൻ്റെ ദൈവമേ. ഇന്നത്തെ ദിവസം മൊത്തം നടപ്പായിരുന്നു. ആ കാണുന്നത് ഇവിടെ കാണാൻ പറ്റില്ല. ആ കാണുന്നതാണ് ബോർഡ്. ഒന്നും കാണാൻ പറ്റൂല, കാണാൻ പറ്റൂല. ആ അതെ, അങ്ങനെ നമ്മൾ നീണ്ട നടപ്പിന് ശേഷം ദുബായ് മോളുടെ ഫ്രണ്ടിലെത്തി. എൻ്റെ അമ്മോ, കാല് ഉപ്പിലിടാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ക്ഷീണിച്ച് പോണം. ഇനി ഇത് തിരിച്ച് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും ഇവിടെ വല്ലയിടത്ത് റൂം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്നാൻ. അമ്മയും ഏട്ടനും നേരത്തെ വന്ന് ഇവിടെ വന്ന് നിന്നട്ടാ. അവരുണ്ട് സംസാരിച്ച് വന്ന് നിന്ന്. ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. എൻ്റെ അമ്മ, നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? എന്റെ അമ്മ, നമുക്ക് നടക്കാം. ഈ തിരിച്ചിങ്ങോട്ട് നടക്കണ കാര്യമാലോചിക്കുമ്പോഴേക്കും എനിക്ക് സങ്കടം വരുന്നു. അവര് വന്നോണ്ടിരിക്കണ കേട്ടോ. ആദ്യം ഉറങ്ങിപ്പോയോണ്ട് ഓരോരുത്തരെ കൈമാറി 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 ഒരുവിധമായി. ഇതാണ്ടാ ദുബായ് മോളിൻ്റെ ഉള്ളിൽ. അമ്മോ, പക്ഷെ ഉണ്ടല്ലോ ആസ്വദിക്കാൻ പറ്റുന്നില്ല, കാല് വേദനിച്ചിട്ട്. ഞങ്ങളെല്ലാവരും തവിട് പൊടിയായി. ഈ സെക്കൻഡ് സർക്കിളിന് താഴത്തേക്ക് 3 ഫ്ലോർ അടിയിലേക്ക് പോകണം. അപ്പോഴാണ് ദുബായ് ഫൗണ്ടൻ. അവിടെ നിന്ന് അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരണം. അതാണ് ഏറ്റവും വലിയ കോമഡി. തിരിച്ച് ഇതേപോലെ തന്നെ എത്തണ്ടേ. ഇത് മാംഗോ ബ്രാൻഡ്. എന്തോരം ബ്രാൻഡ്സാന്ന് അറിയൂടെ. പക്ഷെ നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല റേറ്റ് ആയിരിക്കുള്ളൂ. ഞങ്ങളതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറണില്ല, നേരെ താഴത്തേക്ക് ഇറങ്ങാനാട്ടോ പോണത്. ഇതാണ് പ്രശസ്തമായ ദുബായിലുള്ള മോളിനകത്തുള്ള വാട്ടർഫോൾ. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഹിറ്റാണ് ഈ സാധനം. ഇതിന്റെ കണ്ടിന്യൂഷൻ അങ്ങോട്ടും ഉണ്ട്. ഇതാണ് ദുബായ് മോളിലെ ആപ്പിൾ സ്റ്റോർ. ഈ കാണുന്ന ഫുൾ കർവ് ഇത് മൊത്തം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കട 5 ഗൈസ്. ഇതാണ് നമ്മുടെ MRM കാര്യങ്ങൾ, നമ്മുടെ എന്താ പറയുക ദുബായ് ഫൗണ്ടൻ ഷോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ. പിന്നെ അതുപോലെ ഇനെന്താ പറയണത്, ഇവിടെ ദുബായ് ഡൗൺ ടൗൺ എന്ന് പറയും. എൻ്റെ മിന്തു തിരക്കപ്പാ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ന്യൂ ഇയറിന് ആഘോഷം നടക്കണേ കേട്ടാ. ഈ സൈഡിൽ കാണുന്നത് ബുർജ് ഖലീഫാണ്. ഇതാ കാണുന്നതാണ് ബുർജ് ഖലീഫ.
നമ്മുടെ CSN ബുറാഖ്. ഈ പുള്ളിയുടെ വീഡിയോ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുള്ളിയുടെ വീഡിയോസ്, ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുകയാണ്. ഒരു പച്ചവെള്ളം കുടിക്കാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ ഒരു സ്ഥലത്ത് പോയാൽ പച്ചവെള്ളം ഇല്ല. എന്തൊരു റേറ്റ് ഇവിടെ വെള്ളത്തിനൊക്കെ. 6 AD ആണ്. അതായത് ഒരു AD ഒരു 20 റുപ്പീസൊക്കെ വരുമായിരിക്കും. 20-21. അപ്പോൾ ഒന്ന് 6 AD ഒന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കുക. എൻ്റെ അമ്മേ, ഞങ്ങളതുകൊണ്ട് എവിടെയെങ്കിലും ഒരു വെള്ളം കിട്ടാനോ അല്ലെങ്കിൽ ബസ് കിട്ടി നമ്മളുടെ റൂമിലേക്ക് പോകാനായിട്ട് കാത്തിക്കുക കേട്ടോ. പക്ഷെ ബസ് സ്റ്റോപ്പ് ഇവിടെ നമുക്ക് നമ്മുടെ അവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ കുറേ ചേഞ്ചസ് ഇല്ലേ. അപ്പോൾ അത് തപ്പി ഞങ്ങൾ നടക്കുകയാണ്. എന്തായാലും ബസ്സിൻ്റെ സ്റ്റേഷൻ നോക്കിയിട്ട് വരാം കേട്ടോ.